വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം, അധ്യായം 8, 28 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. പിശാചു ബാധിതരെ യേശു മറുകരെ ഗദറായരുടെ ദേശത്തെത്തിയപ്പോൾ ശവക്കല്ലറകളിൽ നിന്ന് ഇറങ്ങി വന്ന 2 പിശാചു ബാധിതർ അവനെ കണ്ടുമുട്ടി. ആർക്കും ആ വഴി സഞ്ചരിക്കാൻ സാധിക്കാത്ത വിധം അവർ അപകടകാരികളായിരുന്നു. അവർ അട്ടഹസിച്ച് പറഞ്ഞു, ദൈവപുത്ര, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? സമയത്തിനു മുൻപ് ഞങ്ങളെ പീഡിപ്പിക്കാൻ നീ ഇവിടെ വന്നിരിക്കുകയാണോ? അവരിൽ നിന്ന് അല്പം അകലെ വലിയൊരു പന്നിക്കൂട്ടം മേയുന്നുണ്ടായിരുന്നു. പിശാചുക്കൾ അവനോട് അപേക്ഷിച്ചു, നീ ഞങ്ങളെ പുറത്താക്കുന്നെങ്കിൽ ആ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണമേ. അവൻ പറഞ്ഞു, പൊയ്ക്കൊള്ളുവിൻ. അവ പുറത്തു വന്ന് പന്നികളിൽ പ്രവേശിച്ചു. പന്നിക്കൂട്ടം മുഴുവൻ കിഴുക്കാം തൂക്കായ നിരത്തിലൂടെ പാഞ്ഞു ചെന്ന് കടലിൽ മുങ്ങിച്ചത്തു. പന്നി മേയ്ക്കുന്നവർ ഭയപ്പെട്ടോടി പട്ടണത്തിലെത്തി എല്ലാ കാര്യങ്ങളും പിശാചു ബാധിതർക്ക് സംഭവിച്ചതും അറിയിച്ചു. അപ്പോൾ പട്ടണം മുഴുവൻ യേശുവിനെ കാണാൻ പുറപ്പെട്ടു വന്നു. അവർ അവനെ കണ്ടപ്പോൾ തങ്ങളുടെ അതിർത്തി വിട്ടുപോകണമെന്ന് അപേക്ഷിച്ചു. കൂടുതൽ ശ്രേഷ്ഠമായ പ്രവൃത്തി ചെയ്ത യേശു തിരസ്കൃതനാകുന്നു. യേശു ഒരിക്കൽ തന്റെ പതിവുള്ള പര്യടന പരിപാടികളുടെ ഭാഗമെന്ന നിലയിൽ ഗാലിലി കടലിന്റെ മറുവശത്ത് ഗദറായരുടെ സ്ഥലത്ത് ശിഷ്യന്മാരുമൊത്ത് ചെന്നെത്തി. വിവരണത്തിൽ നിന്ന് ലഭിക്കുന്ന സൂചനയനുസരിച്ച് അത് അക്കാലത്ത് ആദിവാസികളുടെ കോളനികളിൽ ഒന്നായിരിക്കണം. അവിടെ ജനങ്ങൾക്ക് യേശുവിനോട് പറയാനുണ്ടായിരുന്നത് അവരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, അവരുടെ ഉറക്കം കെടുത്തുന്ന അതിതീവ്രമായിട്ടുള്ള ആക്രമണ സ്വഭാവമുള്ള 2 വ്യക്തികളെ പറ്റിയാണ്. മാനസികമായി സമനില തെറ്റിയ വിധത്തിൽ അവർ സമൂഹത്തിലെ പല പ്രശ്നങ്ങളും സൃഷ്ടിക്കാനിടവരുന്നു. പിശാചുബാധയാലാണ് അവർ അങ്ങനെ പെരുമാറുന്നത് എന്നായിരുന്നു അവരുടെ വിശ്വാസം. അവർ യേശുവിനെ കണ്ട മാത്രയിൽ തന്നെ യേശുവിനെ തിരിച്ചറിയുന്നു. ഉടനെ വിളിച്ചു പറയുന്നു, നീ ദൈവപുത്രനാണ്, പരിശുദ്ധനായിട്ടുള്ള മനുഷ്യൻ, ഈ കാര്യത്തിൽ ഇടപെടരുതേ എന്ന രീതിയിലാണ് അവരുടെ നിലപാട്. അവരുടെ ആഗ്രഹങ്ങൾ മാനിച്ചാൽ എന്ന വിധത്തിൽ യേശു പ്രവർത്തിക്കുന്നു. അവിടെ മേഞ്ഞുകൊണ്ടിരുന്ന പന്നികളുടെ ഒരു കൂട്ടം കടലിൽ കൂട്ടത്തോടുകൂടി വീണ് ചാവുന്നു. ഈ 2 മനുഷ്യര് സുഖം പ്രാപിക്കുന്നു. ഇവർ സുഖം പ്രാപിച്ചതും പന്നികൾ കടലിൽ കൂട്ടത്തോടുകൂടി വീണ് ചാകാനിടവരുന്നതും ഒക്കെ നോക്കിക്കണ്ടിരുന്ന ആ നാട്ടിലെ മനുഷ്യർ സത്യത്തിൽ വിസ്മയിച്ച് അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ്. അവരുടെ കൺമുമ്പിൽ ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള യാതൊന്നും അവർ കണ്ടിട്ടില്ല. അവർ അവരുടെ വിസ്മയം അടുത്തുള്ള ദേശവാസികളെയൊക്കെ അറിയിക്കുന്നു. കേട്ടവർ അവിടേക്ക് ഓടിയെത്തി. എല്ലാവർക്കും അറിയാം, ഈ 2 രോഗികള് ആ നാട്ടുകാരെ എത്തുമാത്രം വിഷമിപ്പിച്ചിരുന്നു എന്ന്. പക്ഷേ ഇപ്പോൾ അവർ 2 പേരും സുബോധത്തോടുകൂടി പെരുമാറുന്നു. എന്നാൽ അവരുടെ പന്നികൾ കടലിൽ ചാടി ചാകാനിടവന്നതിൽ അവർക്ക് അതിയായ ദുഃഖം. ആ ദുഃഖത്തിൽ നിന്ന് ഉണ്ടായ അമർഷം ഒരു തരത്തിൽ പറഞ്ഞാൽ യേശുവിനെ നാടുകടത്താൻ പോലും ഇടവരുന്നു. ഇവിടെ 1-2 കാര്യങ്ങൾ മത്തായി പ്രത്യേകം നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ലേ എന്ന് തോന്നുന്നു. ഒന്നാമത്തേത്, മാനസിക നില തെറ്റിയ വിധത്തിൽ പ്രവർത്തിക്കുന്ന ആ രോഗികള്, പിശാചുബാധിതൻ പോലെ പെരുമാറുന്ന ആ രോഗികള് പോലും യേശുവിനെ യഥാർത്ഥത്തിൽ തിരിച്ചറിയുന്നു. സുബോധമുള്ള വ്യക്തികൾ യേശുവിനെ തിരിച്ചറിയുന്നതിൽ വിമുഖതരാകി പോകുന്നു. രണ്ടാമത്തെ കാര്യം, അസുഖം പ്രാപിച്ച 2 മനുഷ്യര്, നാട്ടുകാരുടെ ശല്യമായി തീർന്നിരുന്ന 2 മനുഷ്യരെ
സൗഖ്യമുള്ളവരായിട്ട് കാണാൻ ഇടവന്നതിലുള്ള സന്തോഷം അനുഭവിക്കുന്നതിനേക്കാൾ, ആസ്വദിക്കുന്നതിനേക്കാൾ അവരുടെ കുറച്ച് പന്നികൾ കടലിൽ ചാടി ചാകാൻ ഇടവന്നു എന്നുള്ളതിലുള്ള ദുഃഖവും അമർഷവും അവരിൽ ശക്തി പ്രാപിക്കുന്നു. കൂടുതൽ ശ്രേഷ്ഠമായിട്ടുള്ള നന്മ യേശു ചെയ്യാനിടവന്നതിന്റെ അടിസ്ഥാനത്തിൽ യേശുവിനെ തിരസ്കരണമാണ് ആ നാട്ടുകാരിൽ നിന്ന് ലഭിക്കാനിടവന്നത്. എന്തുകൊണ്ടാണ് ആ പന്നികൾ ചാകാൻ ഇടവരുത്തിയത് എന്നുള്ളത് മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമായിട്ട് അവശേഷിക്കുന്നു. എന്തുതന്നെയായാലും മനുഷ്യന്റെ സൗഖ്യത്തെക്കാൾ പന്നികൾക്കുണ്ടായ ദുരന്തമാണ് മനുഷ്യനെ കൂടുതൽ പ്രകോപിപ്പിക്കാൻ ഇടവരുന്നത്. മൂല്യങ്ങളിലുള്ള വ്യത്യാസം, ആ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ സാക്ഷാൽ ദൈവത്തിന്റെ പുത്രൻ തിരസ്കൃതനാകുന്ന രംഗം, ഇങ്ങനെ ചില യാഥാർത്ഥ്യങ്ങൾ മത്തായി നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കൂടെ ഉദ്ദേശിച്ചിട്ടുള്ള വിവരണങ്ങളല്ലേ ഇന്നത്തെ സുവിശേഷം എന്ന് ധരിക്കുന്നതിൽ തെറ്റില്ല.